മേഘവിസ്ഫോടനത്തിൽ തകർന്നുപോയ ധരാലിയിൽ രക്ഷാപ്രവർത്തനം 5-ാം ദിവസത്തെ കടന്നു. മോശം കാലാവസ്ഥയും തകർന്ന റോഡുകളും രക്ഷാപ്രവർത്തനത്തിന് കനത്ത വെല്ലുവിളിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ദുരിത മേഖലയിൽ റേഡിയോ കമ്മ്യൂണിക്കേഷൻ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞു. ബെയ്ലി പാലത്തിലൂടെ ഗതാഗതം ഇന്ന് വൈകുന്നേരത്തോടെ സാധ്യമാകുമെന്നാണ് BRO അറിയിച്ചത്. ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി തയ്യാറാക്കിയ റിപ്പോർട്ട്. ധരാലിയിലെ രക്ഷാപ്രവർത്തനം നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. 5 ദിവസം നീണ്ട ശ്രമകരമായ ദൗത്യത്തിലൂടെ ഈ ദുരന്തബാധിത മേഖലയിൽ വയർലെസ് സെറ്റുകൾ, മറ്റ് ആശയവിനിമയ ഉപാധികൾ എത്തിക്കാനും ദുരിതത്തിൽപ്പെട്ട ആളുകൾക്ക് തങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ഉറ്റവരും ഉടയവരുമായി ആശയവിനിമയം നടത്താനുമുള്ള സൗകര്യം സൈന്യം ഒരുക്കിയിരിക്കുകയാണ്. അതിന് പ്രത്യേക വാഹനങ്ങൾ ഉൾപ്പെടെ ഈ ദുരിതബാധിത പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നു. കൂടാതെ ായി അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിക്കാനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോഴും വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമായി മാറുന്നത് ഈ മേഖലയിലേക്ക് യന്ത്രമാർഗം തെരച്ചിൽ ഒരുക്കുന്നതിനായി യന്ത്രങ്ങൾ എത്തിക്കുക, JCB അടക്കമുള്ള ഉപകരണങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് തടസ്സമാകുന്നത് അവിടേക്ക് പോകുന്ന ഗംഗോത്രിയിലേക്ക് പോകുന്ന ഏകപാത അത് തുടർച്ചയായി തകരുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയായത് പലയിടങ്ങളിലും റോഡ് തകർന്ന സാഹചര്യമായിരുന്നു. അത് വൃത്തിയാക്കി ഏതാണ്ട് ബെയ്ലി പാലം വരെ ഗതാഗത യോഗ്യമാക്കി ഈ സാഹചര്യത്തിലാണ് വീണ്ടും കഴിഞ്ഞ ദിവസം മോശം കാലാവസ്ഥയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായത്. കൂറ്റൻ പാറക്കെട്ടുകൾ റോഡിലേക്ക് വീണ് ഗതാഗതം സാധ്യമല്ലാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ റോഡ് നിർമ്മാണത്തിലെ പ്രധാന വെല്ലുവിളിയും അതുതന്നെയാണ്. നിർമ്മിക്കും തോറും വീണ്ടും ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മുകളിൽ നിന്നും കൂറ്റൻ പാറക്കെട്ടുകൾ അത്യന്തം അപകടകരമായ രീതിയിൽ റോഡിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസത്തെ മഴ ഇതിന് ഒരു പ്രധാന കാരണമായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം, റോഡ് നിർമ്മാണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരേ സ്ഥലം തന്നെ വൃത്തിയാക്കേണ്ട സാഹചര്യമുണ്ടാക്കുന്നു, ഗതാഗത യോഗ്യമാക്കേണ്ട സാഹചര്യമുണ്ടാക്കുന്നു. ഇത് വൃത്തിയാക്കിയെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള രക്ഷാ സാമഗ്രികൾ, ആളുകൾ ഉൾപ്പെടെയുള്ളവ എത്തിക്കാനാകൂ. അതിനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ, പ്രത്യേകിച്ച് സൈന്യവും BROയും ഉള്ളത്. ബെയ്ലി പാലത്തിന്റെ നിർമ്മാണവും ഏതാണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ തന്നെയാണ്. അത്യന്തം ശ്രമകരമായ ദൗത്യമാണ്. 5 മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കേണ്ട പാലം 3 ദിവസം പിന്നിട്ടിരിക്കുന്നു നിർമ്മാണം എന്നുള്ളത്. ഈ മേഖലയിൽ എത്രത്തോളം വെല്ലുവിളി നിറഞ്ഞതാണ് ആ ഒരു രക്ഷാപ്രവർത്തനം എന്നുള്ളത് കൃത്യമായും ബോധ്യപ്പെടുത്തുന്നതാണ്. ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഉത്തർകാശി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.